എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയിർപ്പിക്കും. ദൈവസ്നേഹത്തിൻ്റെ മനുഷ്യരൂപം ധരിച്ചുകൊണ്ട് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. ദൈവത്തിൻ്റെ അനന്തകാരുണ്യം വിഭാവനം ചെയ്ത പൂർണ്ണമായ രക്ഷാകര ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു ആ മനുഷ്യാവതാരം. അനന്യമായ ദൈവിക പദ്ധതികളുടെ തുടർച്ചയായി സ്വയം ബലിയായി തീർന്ന ക്രിസ്തുനാഥൻ എന്നേക്കുമായുള്ള മാനവരക്ഷയ്ക്കായി സുസ്ഥിരമായ ഒരു സ്മാരകവും പണിതീർത്തു. ഇന്നും എന്നും നമുക്ക് ജീവൻ പകരുന്ന ദിവ്യകാരുണ്യം. വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാർട്ട് പറയുന്നു, വിനയമുള്ളവരാകാനും അത് കാത്തുസൂക്ഷിക്കാനുമുള്ള മാർഗം ഈശോയുടെ സാന്നിധ്യത്തിൽ തുടർച്ചയായി വസിക്കുക എന്നതാണ്. അവിടുത്തെ നയനങ്ങൾ സദാ നമ്മിൽ ശ്രദ്ധ വയ്ക്കുന്നു എന്നു മറക്കരുത്. നമുക്ക് കൃപയുടെ നിറവ് നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് വിശുദ്ധ കുർബാന. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. ദൈവിക പൂർണ്ണത തന്നെയായ ദിവ്യകാരുണ്യമാണ് നമ്മെ അനന്തമായ കൃപയ്ക്ക് യോഗ്യരാക്കി തീർക്കുന്ന ഏറ്റവും വലിയ ദൈവിക ദാനം. ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കുവാൻ മനസ്സാകുന്ന ഓരോ ആത്മാക്കളിലും ദൈവം തൻ്റെ സജീവ സാന്നിധ്യം ഉറപ്പു നൽകുന്നുണ്ട്. മാനുഷികമായ കുറവുകൾക്കെല്ലാം അപ്പുറം ദൈവികമായ പൂർണ്ണതയിലേക്ക് ഓരോ വ്യക്തികളെയും അടുപ്പിക്കുവാൻ ഈ കൂദാശ അവരെ ശക്തരാക്കുന്നു. പ്രായത്തിനും അറിവിനും കഴിവിനും മീതെ നമ്മുടെ ദൈവം നൽകുന്ന വലിയ കൃപാദാനങ്ങൾ ആ വ്യക്തിയെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ പര്യാപ്തമാണ്. അനുദിനം വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളാൻ സാധിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നത്. എല്ലാ ദിവസവും ഈശോയെ സ്വീകരിച്ച ശേഷം ആ ദിവസത്തെ കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നത് എന്ത് വലിയ അനുഗ്രഹമാണെന്ന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്നത് എനിക്കാണ്. ഈശോയെ സ്വീകരിച്ച ശേഷം അന്നത്തെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഒരു കുഴപ്പവും കൂടാതെ ഒരു ടെൻഷനുമില്ലാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോ ഏറ്റു നടത്തുന്നു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നന്മ മാത്രം മറ്റുള്ളവർക്കും എനിക്കും ലഭിക്കുവാൻ ഈശോ എന്നെ അനുഗ്രഹിക്കുന്നു. ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം ഇപ്പോൾ 11 വർഷമാവുകയാണ്. എൻ്റെ ആദ്യ കുർബാന സ്വീകരണം 2004 മെയ് 1-ാം തീയതി ആയിരുന്നു. ഈ കഴിഞ്ഞ 2015 മെയ് 1-ാം തീയതി ആയപ്പോൾ 11 വർഷം പൂർത്തിയായി. ഇന്ന് വരെ ഒരു അസുഖത്താലോ വേറെ ഏതെങ്കിലും തടസ്സങ്ങളാലോ വിശുദ്ധ കുർബാന മുടങ്ങാൻ ഈശോ അനുവദിച്ചിട്ടില്ല. എൻ്റെ പ്രാർത്ഥനയും അതുതന്നെയാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം ഞാൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഈശോയെ മരണം വരെ അങ്ങേ വിശുദ്ധ ബലി അർപ്പിക്കുവാനും അങ്ങേ സ്വീകരിക്കുവാനുമുള്ള വലിയ കൃപ എനിക്ക് തരണമേ എന്നാണ്. എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ്റെ, ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, ഒരു ഭാഗ്യമാണ് നമ്മുടെ ഈശോ നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുന്നതെന്ന്. ഏതൊരവസ്ഥയിലും ഞാൻ എവിടെ ആയിരുന്നാലും കുർബാന മുടങ്ങാൻ ഈശോ എന്നെ അനുവദിച്ചിട്ടില്ല. ഈ ഇടയ്ക്ക് തന്നെയാണെങ്കിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണ് കാലൊടിയുകയുണ്ടായി. ഡോക്ടർ പറഞ്ഞു കാല് നിലത്ത് കുത്തരുത്, നീര് വയ്ക്കും, പ്ലാസ്റ്റർ ഇടാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഈശോ കുർബാന മുടക്കാൻ അനുവദിച്ചില്ല. എൻ്റെ അപ്പ എന്നെ പള്ളിയുടെ പുറത്ത് കാറിൽ കൊണ്ട് ഇരുത്തി. അതിനുശേഷം കുർബാന അവിടെ ഇരുന്ന് കൂടുകയുണ്ടായി. ഞങ്ങളുടെ വികാരി അച്ഛൻ എനിക്ക് ഈശോയെ ഞങ്ങളുടെ വീട്ടിൽ പ്രെയർ റൂമുണ്ട്, അവിടെ വെച്ച് എനിക്ക് ഈശോ തരികയുണ്ടായി. ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലും ഇതേപോലൊരു ഭാഗ്യം എനിക്ക് ജീവിതത്തിൽ കിട്ടാനില്ല. ഒരിക്കൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അത് ജൂൺ 9-ാം തീയതി ആയിരുന്നു, 2014. ഞാൻ ബസ്സിൽ പോവുകയായിരുന്നു.
അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന എല്ലാവർക്കും ഗുരുതരമായ പരിക്കുകളുണ്ടായി, ഫ്രാക്ചർ ഉണ്ടായി, ഒടിവുകളുണ്ടായി. അവരൊക്കെ അഡ്മിറ്റായി. ഞാനായിരുന്നു അറ്റത്തിരുന്നിരുന്നത്. പക്ഷേ എനിക്ക് ചുണ്ടിൽ ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനൊക്കെ ഉപരി എനിക്ക് അത്ഭുതം തോന്നിയത് അവരൊക്കെ ഒരു ദിവസത്തേക്കെങ്കിലും അഡ്മിറ്റായി, എൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന മിക്കവരും. ഞാൻ അഡ്മിറ്റ് ആവേണ്ട വന്നില്ല. അന്ന് വൈകിട്ട് തന്നെ എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചു. അതുകൊണ്ട് പിറ്റേ ദിവസത്തെ എൻ്റെ കുർബാനയ്ക്ക് മുടക്കമൊന്നും സംഭവിച്ചില്ല. ദിവ്യകാരുണ്യനാഥനെ സ്വന്തമായി തീരുവാൻ തീരുമാനമെടുക്കുന്ന നിമിഷം മുതൽ ഓരോ ആത്മാക്കളെയും അവിടുന്ന് ഏറ്റെടുക്കുന്ന കാഴ്ച വിസ്മയകരമാണ്. മനുഷ്യൻ്റെ തീരുമാനങ്ങൾക്കും കഴിവുകൾക്കും അതീതമെന്ന് ലോകം വിലയിരുത്തുന്ന ഏറെ നേട്ടങ്ങൾക്ക് ദിവ്യകാരുണ്യ ഈശോ അവരെ യോഗ്യരാക്കി തീർക്കുന്നു. ആ സ്നേഹസമ്മാനത്തിന് യോഗ്യരായി തീരുവാൻ ഒരു നിബന്ധന മാത്രം: പരമമായ സ്ഥാനം ദൈവത്തിന് നൽകുവാൻ ഓരോരുത്തരും മനസ്സാകണം. അനുദിന ജീവിതത്തിൻ്റെ വ്യഗ്രതകളിലും നൈമിഷിക സന്തോഷങ്ങളിലും മനസ്സുടക്കി ദൈവത്തിൻ്റെ സ്ഥാനം ഹൃദയത്തിൽ നിന്നും നഷ്ടമാകുമ്പോൾ അവിടുന്ന് വേദനയോടെ നിശബ്ദനായേക്കാം. സ്വാർത്ഥമോഹങ്ങളുടെയും സ്നേഹരാഹിത്യത്തിൻ്റെയും ഇരുണ്ട താഴ്വരകളിൽ നാം ദൈവത്തിൽ നിന്നും അകന്നു പോയേക്കാം. എങ്കിലും ദിനവും ദിവ്യകാരുണ്യത്തിലൂടെ എല്ലാ ഹൃദയങ്ങളിലും ഒരിക്കൽ കൂടി വന്നെത്തുവാനായി അവിടുന്ന് കാത്തിരിക്കുന്നു. ഞാനൊരു വിദ്യാർത്ഥിയാണല്ലോ. ഞാൻ പഠിക്കുന്ന കാലഘട്ടമാണ്. പരീക്ഷയ്ക്കായൊക്കെ ഒരുങ്ങുമ്പോഴാണെങ്കിലും കുറേ പോർഷൻസൊക്കെ ഉള്ളപ്പം എൻ്റെ ദൈവം ഇതെന്തോരം ഉണ്ട്, ഇതിലേതാ പരീക്ഷയ്ക്ക് വരുന്നത് എന്നൊക്കെ ഞാൻ പേടിക്കുമ്പോഴും എൻ്റെ ഹോസ്റ്റലിലെ സിസ്റ്റർമാർ പറഞ്ഞാറുണ്ട്, കയ്യിലൊരു കൊന്ത വെച്ച് ഒരു രഹസ്യം കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് ചെയ്ത് കഴിഞ്ഞ് കൊന്ത വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എനിക്ക് കാണിച്ചു തരും ക്വസ്റ്റ്യൻ പേപ്പറുള്ള ക്വസ്റ്റ്യൻ. അതായത് മെയിൻ എസ് എ പാർട്ടൊക്കെ 12 മാർക്കിൻ്റെയാണ്. 4 ക്വസ്റ്റ്യൻ വരും. അത് 10 ചാപ്റ്ററിൽ നിന്നൊക്കെയാണ്. അപ്പോൾ എന്താന്ന് പറഞ്ഞ് നമുക്ക് ഒരു പിടുത്തവും കിട്ടത്തില്ല. വിശുദ്ധ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞ് പേഴ്സണൽ പ്രെയർ കഴിഞ്ഞ് ഉടനെ ഞാൻ പോയി പഠിക്കാനിരിക്കും. ഏറ്റവും ചൈതന്യം അഭിഷേകമുള്ള സമയം അതാണെന്നാണ് ഞാൻ കരുതുന്നത്. ആ സമയത്ത് ചിലപ്പം ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് 1ാമത്തെ ചാപ്റ്റർ ആയിരിക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ പറയും, ഒന്ന് പഠിക്കേണ്ട, 5 പഠിച്ചാൽ മതി. ചിലപ്പോൾ ആ 5 ഞാൻ ആ സമയത്തിരുന്ന് പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിൽ നിന്നാണ് എസ് എ ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ സത്യം പറഞ്ഞ് നമുക്ക് കരച്ചിൽ വരും. എൻ്റെ ഈശോ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഓർത്ത്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, അത്യധികമായ വിശപ്പോടും വലിയ ആഗ്രഹത്തോടും കൂടി നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അത് നമ്മിൽ ഫലം പുറപ്പെടുവിക്കും. അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുവാൻ നാം ആഗ്രഹിക്കണം. നമ്മെ ദൈവമക്കളായി രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹാത്ഭുതമാണ് ദിവ്യകാരുണ്യം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അതെ, നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് കേവലം ജോലിക്കാരായല്ല, പിന്നെയോ അധികാരത്തോടും അവകാശത്തോടും കൂടിയ ദൈവപുത്ര സ്ഥാനം കരസ്ഥമാക്കുവാൻ വേണ്ടിയാണ്. വചനം പറയുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ഒരു മനുഷ്യനെ തൻ്റെ ജീവിതം കൊണ്ട് കൈവരിക്കാനാകുന്ന നേട്ടങ്ങളിൽ ഇതിൽ പരം മറ്റൊന്നില്ല. ദൈവമക്കളായി തീരുക. ഒരു നിമിഷം ചിന്തിക്കാം. അനന്തമായ സൗഭാഗ്യങ്ങൾക്ക് നമ്മെ യോഗ്യരാക്കി തീർക്കുന്ന ഈ വലിയ സ്നേഹാത്ഭുതത്തിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്നതെന്താണ്? കേവലം നൈമിഷികമായ കണക്കുകൂട്ടലുകൾക്ക് പിന്നാലെ പോയി ദൈവത്തിൻ്റെ കരവലയത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ, നിസ്സാരമായ ഭൗതിക നേട്ടങ്ങളുടെ ആവർത്തന പട്ടികയിൽ കണ്ണുടക്കി മൂല്യമേറിയ ദൈവകൃപയെ നഷ്ടപ്പെടുത്തുമ്പോൾ, യഥാർത്ഥത്തിൽ നാം നമുക്കവകാശപ്പെട്ട വലിയ വാഗ്ദാനങ്ങൾ കരസ്ഥമാക്കുവാൻ വൈകുകയാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്.
ദിവ്യകാരുണ്യമായെൻ്റെ ഉള്ളിൽ ഈശോ ഇന്നു വാഴാനെത്തും നേരം മനസ്സൊരുവൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി മനസ്സൊരുവൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ. ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോൾ ദിവ്യജീവൻ നൽകുമപ്പമാകുമ്പോൾ ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോൾ ദിവ്യജീവൻ നൽകുമപ്പമാകുമ്പോൾ ഹൃദയം കത്തും അനുഭവമോടെ അവിടുത്തെ സ്നേഹത്തിൻ തിരുമുദ്രയിതേറ്റുവാങ്ങിടാം. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ. നെഞ്ചിനുള്ളം അൾത്താരയായി മാറേണം, ഉയിരിൻ നാളം തെളിയും ദീപമാകേണം. നെഞ്ചിനുള്ളം അൾത്താരയായി മാറേണം, ഉയിരിൻ നാളം തെളിയും ദീപമാകേണം. കാരുണ്യത്തിൻ വിൺമഴയായ കുർബാന കനലുകെടുത്തും തേൻപുഴയായി മാറിടുവാൻ. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ. ഓർക്കുക, എൻ്റെ ഇടവക പള്ളിയിൽ വികാരിയച്ഛൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും അവിടെ നിശ്ചയമായും ഈശോയായി രൂപാന്തരപ്പെടുന്ന അപ്പവും വീഞ്ഞും നൂറ്റാണ്ടുകളായി സഭയിൽ ദൈവം പ്രവർത്തിക്കുന്ന വലിയ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ തുടർച്ചയാണ്. എൻ്റെ വിശ്വാസത്തിൻ്റെ കേന്ദ്രവും ജീവൻ്റെ ഉറവിടവും അതുതന്നെയാണ്. ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സാന്നിധ്യം എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ തിരിച്ചറിയുമ്പോഴാണ്
എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കുരിശിലെ സഹനം നമുക്ക് നേടിത്തന്ന നിത്യരക്ഷയുടെ ജീവിക്കുന്ന സ്മാരകമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിക്കുക എന്നാൽ കുരിശിനോട് ചേർന്ന് ജീവിക്കുക എന്നതാണ്. യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അതെ, സ്വന്തം ജീവിതത്തിൽ അനുവദിക്കപ്പെടുന്ന സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ. ജീവിതത്തിൽ തോളിലേറ്റുവാൻ നിയോഗിക്കപ്പെട്ട കുരിശുകളെ ഏറ്റെടുക്കുവാൻ കടപ്പെട്ടവനാണ് അവൻ. സഹനത്തിൻ്റെയും വേദനകളുടെയും അനന്തമായ മൂല്യം തൻ്റെ ജീവിതം കൊണ്ട് കുരിശിൽ തെളിയിച്ച ക്രിസ്തുനാഥൻ ആ സഹനത്തിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ലോകത്തെ വിശുദ്ധീകരിക്കുവാൻ പ്രത്യേകമായി ചിലരെ ക്ഷണിക്കുന്നു. ആ വിളിയുടെ മൂല്യം മനസ്സിലാക്കി അതിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നവരെ സ്വർഗം കൈനീട്ടി സ്വീകരിക്കുന്നു. ലോകത്തിനും മനുഷ്യമക്കൾക്കും വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥ്യം വഹിക്കുവാനും അനേകരെ ദൈവത്തോടടുപ്പിക്കുവാനും അവർ ഉപകരണങ്ങളായി മാറുന്നു. ഏറെ വിശുദ്ധാത്മാക്കളുടെ ജീവിതം കൊണ്ട് ധന്യമായ ഒരു യൂറോപ്യൻ രാജ്യമാണ് പോർച്ചുഗൽ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ട് അനുഗ്രഹീതമായ ഫാത്തിമയും പോർച്ചുഗലിൽ ആണ്. ഏറെ വർഷങ്ങൾക്ക് മുൻപ് പോർച്ചുഗലിലെ ദരിദ്ര ഗ്രാമങ്ങളിലൊന്നായിരുന്ന ബലാസറിനും പറയാനുണ്ട് വളരെ പ്രത്യേകമായൊരു കഥ. സഹനത്തിൻ്റെ തീച്ചൂളയിൽ എരിഞ്ഞ ദിവ്യകാരുണ്യത്തിൻ്റെ ജീവിത സാക്ഷ്യമായി മാറിയ ഒരു പുണ്യവതിയുടെ കഥ. സഹനത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയും ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് 13 വർഷം ആരോഗ്യവതിയായി ജീവിച്ച് ക്രിസ്തുവിനെ ജീവിതത്തിലൂടെ മഹത്വപ്പെടുത്തുകയും ചെയ്ത വാഴ്ത്തപ്പെട്ട അലക്സാൻഡ്രീന മരിയ ഡാ കോസ്റ്റയാണ് അത്. 1942 മാർച്ച് മാസം 27-ാം തീയതി തളർന്ന ശരീരവുമായി ഒരു കൊച്ചു മുറിക്കുള്ളിൽ ജീവിച്ചു പോന്ന അവൾ ദിവ്യകാരുണ്യ ഈശോയോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന എൻ്റെ സ്നേഹമേ, നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാനാകില്ല. നിന്റെ ദിവ്യകാരുണ്യമായി എന്നെയും രൂപാന്തരപ്പെടുത്തണമേ. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരു മറുപടിയുടെ സ്വരം അവൾക്കുള്ളിൽ മുഴങ്ങി: ഭൂമിയിൽ നിനക്കിനി ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. എൻ്റെ ശരീരമായിരിക്കും ഇനി നിന്റെ ആഹാരം. നിന്റെ ജീവിതം ഇനി എൻ്റെ ജീവിതമായിരിക്കും. അന്നു മുതൽ അലക്സാൻഡ്രീനയുടെ ഭക്ഷണം ദിവ്യകാരുണ്യം മാത്രമായി മാറി. നീണ്ട 13 വർഷങ്ങൾക്കിടെ മറ്റൊരു വിധത്തിലുമുള്ള ഭക്ഷണമോ പാനീയമോ അവൾ രുചിച്ചില്ല. അന്നു മുതൽ മരണം വരെയും അവളുടെ ശരീരഭാരത്തിന് ഒരു മാറ്റവും സംഭവിച്ചതുമില്ല. ദരിദ്രമായ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിച്ചിരുന്ന പാവപ്പെട്ട ഒരു വിധവയായിരുന്നു അലക്സാൻഡ്രീനയുടെ അമ്മ മരിയ. അവർക്ക് 2 പെൺകുഞ്ഞുങ്ങൾ, അലക്സാൻഡ്രീനയും ചേച്ചി ഡിയോലിൻ്റെയും. 1905 അലക്സാൻഡ്രീനയുടെ ജനനം. മക്കൾ തീരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ സംഭവിച്ച ഭർതൃവിയോഗം ആ അമ്മയെ തളർത്തിയില്ല. കാരണം ആ ഒറ്റപ്പെട്ട അവസ്ഥയിലും അവൾക്ക് തുണയായി ദിവ്യകാരുണ്യമുണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് മുന്നിൽ അവർ മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്നു. അയൽപ്പക്കത്തെ കൃഷിസ്ഥലങ്ങളിൽ കൂലിപ്പണി ചെയ്താണ് അവർ മക്കളെ പോറ്റിയിരുന്നത്. ആ ദാരിദ്ര്യത്തിലും തങ്ങളെക്കാൾ ദരിദ്രരായവർക്ക്
കഴിയുന്ന സഹായങ്ങൾ ചെയ്യുവാൻ എന്നും മനസ്സ് കാണിച്ചിരുന്ന ആ അമ്മയായിരുന്നു അലക്സാൻഡ്രിനയെ ഈശോയിലേക്ക് അടുപ്പിച്ചത്. ആ ഗ്രാമത്തിലെ സ്കൂളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനമില്ലാതിരുന്ന സാഹചര്യത്തിൽ തൻ്റെ മക്കൾക്ക് അക്ഷരാഭ്യാസമുണ്ടാകണം എന്ന ആഗ്രഹത്തെ പ്രതി മറ്റൊരു ദേശത്തയച്ച് അവർ പഠിപ്പിച്ചിരുന്നു. 12-ാം വയസ്സുവരെ അലക്സാൻഡ്രിന സ്കൂളിൽ പോയി പഠിച്ചു. അതിനുമപ്പുറം അവളെ പഠിപ്പിക്കുവാൻ മരിയയ്ക്ക് ആകുമായിരുന്നില്ല. പഠനശേഷം തൻ്റെ ഗ്രാമത്തിൽ തിരിച്ചെത്തിയ അലക്സാൻഡ്രിന ഒരു കാര്യത്തിൽ പ്രശസ്തയായിരുന്നു: ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ. മുതിർന്ന ആണുങ്ങളെപ്പോലും തോൽപ്പിക്കുന്ന ശക്തിയും മനസ്സാന്നിധ്യവും അവളുടെ സവിശേഷതയായിരുന്നു. കൃഷിപ്പണികളിൽ അവൾ മികച്ചു നിന്നു. അക്കാലത്ത് അലക്സാൻഡ്രിനയെയും സഹോദരിയെയും തയ്യൽ ജോലി അഭ്യസിപ്പിക്കുന്നതിനും അമ്മ മരിയ തീരുമാനിച്ചു. 1918 ഒരു ദുഃഖ ശനിയാഴ്ച. അന്ന് കേവലം 13 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അലക്സാൻഡ്രിനയുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടായ ദിവസമാണ്. വീടിൻ്റെ മുകൾ നിലയിൽ തയ്യൽ പഠനത്തിലായിരുന്നു ഈ സഹോദരിമാരും ഒപ്പം ഒരു കൂട്ടുകാരിയും. ആ സമയം ചില അക്രമികൾ മദ്യപിച്ച് അവരെ ഉപദ്രവിക്കുന്നതിനായി അകത്തുകയറി. പ്രതിരോധിക്കുവാനായി ഒരായുധവുമില്ലാതെ, ആശ്രയമില്ലാതെ ഭയന്ന് നിലവിളിച്ച സഹോദരിയും കൂട്ടുകാരിയും കാണുകെ അലക്സാൻഡ്രിന ഒരു കിളിവാതിലിലൂടെ മുറ്റത്തേക്കെടുത്തു ചാടി. ഏറെ പരിക്കുകൾ പറ്റിയെങ്കിലും കയ്യിൽ കിട്ടിയ ഒരു മരക്കഷണവുമായി തിരിച്ചു കയറി വന്ന് അവൾ അക്രമികളെ തുരത്തി. എന്നാൽ മുകളിൽ നിന്നുള്ള വീഴ്ച അവളുടെ നട്ടെല്ലിന് പരിക്കേൽപ്പിച്ചിരുന്നു. ആധുനിക ചികിത്സാ സൗകര്യങ്ങളൊന്നും പ്രാപ്യമല്ലാതിരുന്നതിനാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവളുടെ ശരീരം പൂർണ്ണമായും തളർന്നു. ശേഷിച്ച ജീവിതം മുഴുവൻ ഒരു കിടക്കയിൽ കഴിച്ചുകൂട്ടുവാൻ അവൾ നിർബന്ധിതയായിത്തീർന്നു. എന്നാൽ അവൾ ആരെയും പഴിച്ചില്ല. തുടർന്നുള്ള 30 വർഷക്കാലം തൻ്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ചു. സക്രാരിയിൽ നീ ഒരു തടവുകാരനായിരിക്കുന്നത് പോലെ ഞാൻ കിടക്കയിൽ തടവിലായിരിക്കുന്നു. നിന്റെ ഹിതമാണ് എൻ്റെ ഈ അവസ്ഥയെങ്കിൽ ഞാൻ എന്തിനു ദുഃഖിക്കണം? അതുകൊണ്ട് നമുക്കൊന്നായിരിക്കാം. അവൾ ഡയറിയിൽ കുറിച്ച വാക്കുകളാണ് ഇവ. 33-ാം വയസ്സു മുതൽ ഈശോയുടെ പീഡാസഹനങ്ങൾ അവൾ തൻ്റെ സ്വന്തം ശരീരത്തിലും അനുഭവിച്ചു തുടങ്ങി. 1938 മുതൽ 1942 വരെ 182 തവണ അവളിൽ പഞ്ചക്ഷതങ്ങൾ ദൃശ്യമായി. ജൂലൈ 30 ഈശോ അവൾക്ക് പ്രത്യക്ഷനായി. അവിടുന്ന് പറഞ്ഞു, നിന്റെ ജീവൻ ഈ ലോകത്തിൽ നിലനിർത്തിയിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് നീ ജീവിക്കുന്ന നാളുകൾ വരും. ദിവ്യകാരുണ്യത്തിലെ എൻ്റെ സാന്നിധ്യവും ശക്തിയും ലോകം അറിയുന്നതിനു വേണ്ടി നിന്നെ ഞാനൊരു ഉപകരണമാക്കാൻ പോവുകയാണ്. ലോകത്തിൽ അനേകർക്ക് നീ സാക്ഷ്യമായിത്തീരും. 1942 മുതൽ ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ച അലക്സാൻഡ്രിനയുടെ കഥ ഏവർക്കും അതിശയമായിരുന്നു. ഒട്ടേറെ പേർ അവളെ സന്ദർശിക്കാനെത്തി. ചിലർ വിശ്വസിച്ചുവെങ്കിലും മറ്റു ചിലർ അവളെ സംശയത്തോടെയാണ് വീക്ഷിച്ചത്. ആരുമറിയാതെ അവൾക്ക് ഭക്ഷണം നൽകുന്നുണ്ടെന്ന് ചിലർ പറഞ്ഞു പരത്തി. ഈ കാര്യം ശാസ്ത്രീയമായി പരീക്ഷിച്ച് ബോധ്യപ്പെടണമെന്ന് രൂപതാധ്യക്ഷൻ തീരുമാനിച്ചു. ആ തീരുമാനത്തെ അലക്സാൻഡ്രിന അംഗീകരിച്ചതോടെ അവളുടെ തുടർന്നുള്ള കുറച്ചുനാളത്തെ ജീവിതം ഹോസ്പിറ്റലിലേക്ക് മാറ്റി. രാവും പകലും അവളെ ഉറ്റുനോക്കിക്കൊണ്ടും ഒട്ടൊക്കെ പരിഹാസത്തോടെ ഇടപെട്ടുകൊണ്ടും പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടും അവളെ സമീപിച്ച ഏറെ പേർ.
പലപ്പോഴും ആ ഹൃദയം ഏറെ വേദനിച്ചുവെങ്കിലും എല്ലാ വേദനകളെയും ക്രിസ്തുവിനെ പ്രതി സന്തോഷത്തോടെ സ്വീകരിച്ച അവൾ പുഞ്ചിരി തൂകുക മാത്രം ചെയ്തു. ഒരിക്കലും പുഞ്ചിരി മായാത്ത ആ മുഖമായിരുന്നു ഡോക്ടർമാരിൽ ഏറ്റവും അത്ഭുതം ജനിപ്പിച്ചത്. ആ കാലത്തെ പ്രശസ്ത വൈദ്യശാസ്ത്ര പണ്ഡിതരായിരുന്ന ഡോക്ടർ ഗോമസ് ഡി അരൂജോയും ഡോക്ടർ ലീമ ഡി അസേമാസോയും ആയിരുന്നു അവളെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ട വൈദ്യസംഘ തലവന്മാർ. ഒടുവിൽ 40 ദിവസത്തെ പഠനങ്ങൾക്ക് ശേഷം അവരുടെ നിഗമനങ്ങൾ സമർപ്പിക്കപ്പെട്ടു. അത് അത്ഭുതകരമായിരുന്നു. അലക്സാൻഡ്രീന ഡാ കോസ്റ്റയുടെ ശരീരം ഭക്ഷണവും പാനീയവും കൂടാതെ എങ്ങനെ അതിജീവിക്കുന്നു എന്നത് ശാസ്ത്രത്തിന് വിശദീകരിക്കാനാകാത്ത വസ്തുതയാണ്. ആശുപത്രിയിൽ ആയിരുന്ന 40 ദിവസത്തിനിടയിൽ അവൾ യാതൊരു ഭക്ഷണമോ പാനീയമോ കഴിച്ചിട്ടില്ല. ഈ കാലയളവിൽ അവൾ പൂർണ്ണമായും ബോധവതിയും മാനസികമായും ശാരീരികമായും ആരോഗ്യവതിയും ആയിരുന്നു. അവളുടെ ശരീരഭാരവും ഊഷ്മാവും ശ്വാസഗതിയും നാഡീമിടിപ്പും എല്ലാം സാധാരണഗതിയിലായിരുന്നു. 1955 ഒക്ടോബർ 13 ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വാർഷിക ദിനമായിരുന്നു അന്ന്. അന്ന് ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന അലക്സാൻഡ്രിനയുടെ ആത്മാവിനെ ദിവ്യകാരുണ്യനാഥൻ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു. 2004 ഏപ്രിൽ 25 അലക്സാൻഡ്രിനയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചുകൊണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞു, ക്രിസ്തുവിനോടുള്ള അടങ്ങാത്ത സ്നേഹമായിരുന്നു അലക്സാൻഡ്രിനയുടെ വിശുദ്ധിയുടെ രഹസ്യം. ഈ ലോക ജീവിതകാലത്തും മരണശേഷവും അനേകം ആത്മാക്കളെ ദിവ്യകാരുണ്യത്തോട് അടുപ്പിച്ച വാഴ്ത്തപ്പെട്ട അലക്സാൻഡ്രിന. അവൾ ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് ജീവിതം നയിക്കുന്നതിനും സഹനങ്ങളെ കുരിശിനോട് ചേർത്ത് ലോകവിശുദ്ധീകരണത്തിനായി സ്വീകരിക്കുവാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, മനുഷ്യമക്കളോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം ബലിവസ്തുവായി തീർന്ന അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ സ്മരിക്കുന്നു. സഹനത്തിൻ്റെ പാതയിലൂടെ ഞങ്ങൾക്ക് രക്ഷ നേടിത്തന്ന അങ്ങയോട് ചേർന്ന് അങ്ങ് അനുവദിക്കുന്ന കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഈ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ പ്രിയപ്പെട്ട ദാസിയായ വാഴ്ത്തപ്പെട്ട അലക്സാൻഡ്രീനയിലൂടെ ദിവ്യകാരുണ്യത്തിൻ്റെ മാഹാത്മ്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ തിരുമനസ്സായതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ അവളെ അങ്ങയുടെ വിശുദ്ധ ഗണത്തോട് കൂട്ടിച്ചേർക്കണമേ. അങ്ങനെ അവൾ ഈ ലോകത്തിനു മുന്നിൽ എക്കാലവും ദിവ്യകാരുണ്യത്തിൻ്റെ ജ്വലിക്കുന്ന സാക്ഷ്യമായി തീരട്ടെ. ആമേൻ. ദിവ്യകാരുണ്യമായെൻ്റെ ഉള്ളിൽ ഈശോ ഇന്നു വാഴാനെത്തും നേരം മനസ്സൊരു മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി മനസ്സൊരു മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ,